ആർഎമ്മുമായിട്ട് സംസാരിച്ചു, സർജനായിട്ട് സംസാരിച്ചു, ഐസിയുൻ്റെ ചുമതല ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. വന്നവരുടെ അവസ്ഥയെ സംബന്ധിച്ചും സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് അവർ അറിഞ്ഞത്. ബന്ധുക്കളുമായിട്ടും സംസാരിച്ചു. നിസ്സാരമായ പരിക്കേറ്റ കുറച്ച് ആളുകളായിട്ടും കാണാൻ സാധിച്ചു, അവരുമായിട്ടും സംസാരിച്ചു. പറഞ്ഞതുപോലെ വലിയൊരു ദുരന്തമാണ്, വലിയ വേദന കുടുംബങ്ങൾക്കുണ്ട്. അവരെ എല്ലാവരും ചേർത്ത് പിടിക്കണം. സർക്കാരുകളും സംവിധാനങ്ങളും ഒക്കെ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ജോലി എന്നുള്ള നിലക്ക് കൂടിയാണ് ഇപ്പം നമ്മളിത് ആസ്വദിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയിൽ അല്ല ഈ പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. അവരൊരു തൊഴിൽ എന്നുള്ള നിലക്ക് കൂടിയാണ്, ജീവിതമാർഗം എന്നുള്ള നിലക്ക് കൂടിയാണ്. അല്ലാതെയും ആളുകളുണ്ട് ജീവിതമാർഗം എന്ന നിലക്ക് കൂടിയാണ്. അപ്പോൾ പലരും കുടുംബത്തിൻ്റെ അത്താണിയാണ്, പലരും അതുകൊണ്ടാണ് കുടുംബം നോക്കിയിരുന്നത്. അവരുടെ ഏക വരുമാനം അതായിരുന്നു. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയ പല ആളുകളുടെയും ബന്ധുക്കളെയും കാണാനിടയായി. അപ്പോൾ അവർക്ക് സാധ്യമായ രീതിയിൽ ആ കുടുംബങ്ങളുടെ അവസ്ഥയിൽ സാധ്യമായ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നാണ് അഭ്യർത്ഥന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആസ്വദിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കുന്ന സ്ഥലത്തോ ഉള്ള സുരക്ഷ എന്ന് മാത്രം പോരാ, നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഈ തൊഴിലാളികളുടെ സുരക്ഷ, നിർമ്മിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇടപെടലുകൾ. അപ്പം DGP ആയിട്ട് കണ്ടപ്പോൾ സംസാരിച്ചപ്പം അവരും പറഞ്ഞൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എല്ലാവരും കാര്യങ്ങളെ കാണേണ്ടി വരും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ സുരക്ഷയും കൂടെ ഉറപ്പുവരുത്താൻ, നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലുള്ള സുരക്ഷ കൂടെ ഉറപ്പുവരുത്താൻ. എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ, ഇതെല്ലാം ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പോലും നമ്മളെല്ലാവരും അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ ആ സുരക്ഷ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലേതും കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അവിടെ ഒരു പ്രിക്വേഷൻസ് എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവുകയും വേണം എന്നുള്ളത് മനുഷ്യജീവൻ പൊലിയുമ്പോഴെങ്കിലും നമ്മളത് പറഞ്ഞു മറന്നു പോകാൻ പറ്റില്ലാത്ത ഒരു കാര്യമായിട്ട് അതിനെല്ലാവരും കാണേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് പറയും.